വേദിയിലിരിക്കുന്ന നേതൃത്വമേ, സദസ്സിലിരിക്കുന്ന സൗഹൃദങ്ങളെ, പ്രവാസി സുഹൃത്തുക്കളെ, എല്ലാവർക്കും മാറഞ്ചേരി വില്ലേജ് കമ്മിറ്റിയുടെ അഭിവാദ്യങ്ങൾ. സെക്രട്ടറി വെച്ച റിപ്പോർട്ട് അംഗീകരിക്കുന്നു. ആദ്യമായി എനിക്ക് പറയാനുള്ളത്, പ്രവാസി സംഘം എന്തിന്, ആർക്കു വേണ്ടി എന്ന് നമുക്കറിയുമോ? അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. പ്രവാസി സംഘം എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? ഏകദേശം 10-12 വില്ലേജ് കമ്മിറ്റിയിലുള്ള ഈ പൊന്നാനി ഏരിയയിൽ ഈ ഹാളും അതിന്റെ അത്രയും സ്ഥലം പോരാത്ത അത്രയും ആളുകൾ വേണ്ട സ്ഥലത്ത് സംഘടന ദൗർബല്യത്തെ വിളിച്ചോടിക്കൊണ്ടാണ് ഈ സമ്മേളനം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഒരു സമ്മേളനം പറഞ്ഞു 4 യൂണിറ്റിൽ നിന്ന് മാത്രമാണ് മാർജിൻ പങ്കെടുക്കുന്നത്. 10 യൂണിറ്റ് വേണ്ട സ്ഥലത്ത് 4 യൂണിറ്റ്, 5 യൂണിറ്റ്, അതുപോലെ എല്ലാ ലോക്കൽ തന്നെ. എന്തുകൊണ്ടാണ് സംഘടനകൾക്കും ആണെന്ന് ചിന്തിക്കണം. നേതൃത്വം താഴെത്തട്ടിലേക്ക് അറിയിച്ചത് ആളുകളെ വിലയിരുത്തി ഓരോ യൂണിറ്റും അടുത്ത സമ്മേളന കാലങ്ങളിൽ എല്ലാ ബ്രാഞ്ച് തലത്തിലും ഓരോ യൂണിറ്റ് നിർബന്ധമായി നിലവിൽ വരുന്നതിന് വേണ്ടി ശക്തമായി പ്രവർത്തിക്കണമെന്ന് ആദ്യം അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ 35 വർഷത്തിൽ 4200 രൂപ വീതം അടച്ചാൽ അടുത്ത 5 വർഷം പരാതികൾ മൂലം അടയ്ക്കാതിരിക്കാൻ പറ്റുകയും അദ്ദേഹത്തിന്, ആ പ്രവാസിക്ക് പെൻഷൻ നിഷേധിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. അതേ നേരത്തെ ബുദ്ധിമാനായ അതേ പ്രവാസി അവസാനത്തെ 5 വർഷം അടച്ചാൽ അവന് നല്ല നോട്ടിയുടെ അങ്ങനെയാണ്. അവസാനത്തെ 5 വർഷം അടച്ചാൽ 3000 രൂപ പെൻഷൻ, അല്ലെങ്കിൽ 3500 രൂപ പെൻഷൻ അവരുടെ ഭാര്യയ്ക്കോ സന്തത സഹചാരികൾക്കോ 1800 രൂപ പെൻഷൻ ലഭിക്കുന്നു. 84,000 രൂപ പെൻഷന് വേണ്ടിയിട്ട് പൈസ അടച്ചാൽ, 20 വർഷം കൊണ്ട് അടച്ചാൽ 1 രൂപ പോലും ലഭിക്കാത്ത അവസ്ഥയുണ്ട്. അത് വിരോധാഭാസമാണ്. കാരണം അദ്ദേഹത്തിന് അവർ ചോരനായിരിക്കുള്ള സാധ്യത സമയത്ത് അധ്വാനിച്ച് അടക്കാൻ പറ്റി നാട്ടിൽ വന്ന് ഒരു പൈസ ഇല്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അടക്കാൻ പറ്റത്തില്ല. എന്ത് ചെയ്യും? ജോലിക്ക് പോകാൻ വയ്യ, മരുന്ന് മേടിക്കാൻ പൈസ ഇല്ല. ആ ടൈമില് ഇവർ അടയ്ക്കുന്നില്ല എന്നൊരൊറ്റ കാരണത്താൽ അയാൾക്ക് ബാക്കി വശിഷ്ട കാരണം ഒരു ആനുകൂല്യത്തിനും അർഹതയില്ലാതാവുകയും പെൻഷനും അറിയില്ലല്ലോ, അടച്ച പൈസ കിട്ടും. അത് ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമത്, 55 വയസ്സ് തുടങ്ങിയാൽ 5 വർഷം അടയ്ക്കുന്നത് 24,000 രൂപ. ഒരൊറ്റ വർഷം കൊണ്ട് അവർക്ക് പൈസ കിട്ടുന്നത് 36,000 രൂപ. അതായത് 40 വർഷം 35 വർഷം അടച്ചവർക്ക് ഉൾപ്പെട്ടില്ല, 5 വർഷം അടച്ചവർക്ക് 36,000 രൂപ. അത് ക്ഷേമനിധി പോലുള്ള ഉന്നതരായിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ പല സേവനത്തിലും പോയിട്ടും കാര്യങ്ങളോട് പറയാൻ ദേവാലയത്തിൽ പിന്നെ സ്റ്റേറ്റിലൊക്കെ നമുക്ക് അറിവുള്ളവർ വേറെ ബന്ധപ്പെട്ട ആളുകൾ ഇതിൽ നല്ല അറിവുള്ളവർ അതിനെപ്പറ്റി ആലോചിക്കുന്നതാണ്. പിന്നെ വിദേശത്തും മറ്റു സംസ്ഥാനങ്ങളിലും 2 വർഷത്തിൽ കൂടുതൽ പ്രവാസി ജോലി നയിച്ച് നാട്ടിൽ വന്നവർക്കും ഈ അംഗത്വത്തിന് അർഹത 200 രൂപയാണ് അവർ അടയ്ക്കുന്നതെന്നാണ് എനിക്ക് അറിയേണ്ടത്. പിന്നെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഓരോ ബ്രാഞ്ചും അല്ലെങ്കിൽ ഓരോ യൂണിറ്റിലും ഓരോ വീട്ടിലും ചെന്ന് ഒരു സർവേ നടത്തണം. എത്ര പേര് മറ്റു ക്ഷേമത്തിലുണ്ട്, ഇല്ലാത്തവരുണ്ട്, അവരെ ഉൾപ്പെടുത്തി അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം. 10-50 രൂപ സർവീസ് മേടിച്ചാൽ കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. കാരണം മെച്ചെടുത്തതിനാണ് ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മൾ സംഘടന വർദ്ധിപ്പിക്കണമെങ്കിൽ ഒരു സർവേ നടത്തി എല്ലാ വീടുകളിലും കയറി ഇറങ്ങി ഓരോ ബ്രാഞ്ചിന്റെയും പരിധിയിൽ നിന്ന് അതിന് ഒരു പുസ്തകം വെച്ച് അത് കൃത്യമായി പരിഹരിച്ചു കഴിഞ്ഞാൽ എല്ലാ വില്ലേജുകളിലും എല്ലാ യൂണിറ്റും സജീവമായിരിക്കും. അതിനു വേണ്ട സജ്ജീകരണങ്ങൾ സംഘടന നടത്തി മേൽഘടകത്തിന്റെ ഭാഗത്തു നിന്ന് വ്യക്തമായ മാർഗദർശനം കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ജീവകാര്യ പ്രവർത്തനത്തിൽ നമ്മൾ ഒരുപടി മുന്നിലാണ്. പക്ഷെ നമുക്ക് ബാങ്ക്, അതായത് ഒരു സൊസൈറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ആരും അത് പറഞ്ഞു കേട്ടില്ല. പൊന്നാനി താലൂക്കില് ഒരു സൊസൈറ്റി നിലവിലുണ്ട്, അറിയോ? അറിയില്ലല്ലോ. പൊന്നാനി താലൂക്കില് നമ്മളെ മർക്കറ്റിൽ കോർപ്പറേറ്റ് സൊസൈറ്റി പോലെ തന്നെ പ്രവാസി ക്ഷേമനിധി അല്ലെങ്കിൽ പ്രവാസി സംഘത്തിന്റെ ഒരു സൊസൈറ്റി നിലവിലുണ്ട്. ഈ ഇരിക്കുന്ന ആളുകൾ ചുരുക്കി 5,000 രൂപ വെച്ച് അതിൽ കൊടുക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ആ സംഘം നല്ല ഔട്ട്പുട്ട് ആവും. അതിന് ഒരുപാട് ചാൻസുകളുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും അതിന് മിനിമം 2,000 രൂപ വെച്ചിട്ട് ആ പ്രവാസി സംഘത്തിന്
മുതൽക്കൂട്ടാവുന്ന രൂപത്തിൽ പ്രവർത്തിക്കണം. മറ്റുള്ള ആളുകൾക്ക് ഡൊണേഷൻ മാത്രമല്ല ഡെപ്പോസിറ്റ് മാത്രം സ്വീകരിച്ചുകൊണ്ട് അതിനെ നല്ലൊരു ഉന്നതിക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് ലോൺ എടുക്കുവാനും മറ്റ് സംരംഭങ്ങൾ തുടങ്ങുവാനും നല്ലൊരു ഔട്ട്പുട്ട് അതിന് കിട്ടും. അതുപോലെ അതിന്റെ ബ്രാഞ്ചുകൾ നമുക്ക് മൊത്തം പൊന്നാനി താലൂക്കിലും മലപ്പുറം ജില്ലയിൽ തന്നെ അത് ഒരു മാതൃകാ സ്ഥാപനമായി മാറ്റാൻ കഴിയും. അതിനുവേണ്ടി നമ്മളെല്ലാവരും കൈകൈ പറഞ്ഞ് പ്രവർത്തിക്കണം. സംഘടനാ ബേസിലേക്ക് കാര്യങ്ങൾ സംസാരിക്കും. സംഘടനാ തലത്തിൽ താഴെ തട്ടിൽ നിന്നുള്ള പ്രവർത്തനം വളരെ മോശമാണ്. ആ സംവിധാനം തന്നെ ഉടച്ചു വാങ്ങേണ്ടതുണ്ട്. അതിന് വ്യക്തമായി ഒരു പ്രോട്ടോകോളോ അല്ലെങ്കിൽ ഒരു മാർഗനിർദ്ദേശമോ നടത്തി മേഖലകൾ അതിന് കാര്യമായ ഇടപെടൽ നടത്തണം. ഈ സംഘടന ശക്തിയുണ്ടെങ്കിൽ മാത്രമേ ഈ പ്രവാസത്തിന്റെ പ്രസക്തിയുള്ളൂ. 1987 നാലാം ഓർക്കാനുള്ള സംഭവമാണ്. 2002 നമ്മളെ ഇപ്പൊ ഈ ഉള്ള സംഘടന നിലവിൽ വന്നത്. അപ്പൊ ഇത് നിലവിൽ വന്നതിന് ശേഷം ഇഷ്ടംപോലെ സഹായം കിട്ടിയത് പൈസയ്ക്ക് യാതൊരു കുറവില്ല. പ്രവാസിയുടെ പേര് പറഞ്ഞ് 1 രൂപ വെച്ച് വെച്ചാൽ ഇതിന്റെ അർത്ഥമാക്കിയത് 1,00,000 രൂപ ചെലവ് വരുമ്പോൾ 1,00,000 മനസ്സിൽ ഒന്നായി ചേർന്നാൽ 1,00,000 തന്നെ കണ്ടെന്നതാണ്. 1,00,000 രൂപ ചെലവ് വരുമ്പോൾ 1,00,000 മനസ്സിൽ ഒന്നായി ചേർന്നാൽ 1,00,000 താനെ കടന്നിടാം എന്ന് വെച്ചാൽ ഒരാൾ 1 രൂപ വെച്ചിട്ട് 1 രൂപ. അപ്പൊ പ്രയാസമില്ല. നമ്മളെല്ലാവരും കൈകൾ പറഞ്ഞ് ഈ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒറ്റക്കെട്ടായിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് വിപ്ലവത്തിൽ നേർന്നുകൊണ്ട് ഈ സെക്രട്ടറിയുടെ റിപ്പോർട്ട് മുഴുവനായി അംഗീകരിക്കുന്നു. ഈ ബാലശൈശവാവസ്ഥയിൽ നിന്നും നല്ല യൗവനത്തിലേക്ക് വരണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.